തമിഴ്നാട്ടിലെ സംബന്ധിച്ചുള്ള നോക്കിയാൽ ത്രികോണ മത്സരമാണ്, ശക്തമായ ത്രികോണ മത്സരമാണ്. ഡി എം കെ അണ്ണ ഡി എം കെ, അതുപോലെ തന്നെ നടൻ വിജയ് ഉണ്ടാക്കിയ ടി വി കെ എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടി എത്ര വോട്ട് പിടിക്കും, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ടി വി കെയുടെ എത്ര സ്ഥാനാർത്ഥികൾ ജയിക്കും, അവർ എത്ര മണ്ഡലങ്ങളിൽ ഏതേത് രീതിയിൽ പെർഫോം ചെയ്യും, അവർ എത്ര സ്ഥലത്ത് ഒന്നാമതെത്തും, എത്ര സ്ഥലത്ത് രണ്ടാമതെത്തും, എത്ര സ്ഥലത്ത് മൂന്നാമതെത്തും, എത്ര സ്ഥലത്ത് അവർക്ക് ജാമ്യസംഖ്യ നഷ്ടപ്പെടും. ഇതാർക്കും ഇതിനെ സംബന്ധിച്ച് ഒരു കണക്കുമില്ല. കാരണം ഇത് വളരെ പുതിയതായിട്ടുണ്ടായി വന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ സാന്നിധ്യമാണ് ഈ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അപ്രവചനീയമാക്കി തീർക്കുന്നത്. ഡി എം കെ അണ്ണാ ഡി എം കെ തമ്മിലാണ് നമുക്കറിയാം ഇത് പോയ എവിടം വരെ പോകും എന്നുള്ളത്. മറിച്ച് ടി വി കെ പോലൊരു പാർട്ടി പുതുതായിട്ട് വരികയും ഒരുപാട് ചെറുപ്പക്കാരെ ഇത് ആകർഷിക്കുകയും ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ വോട്ട് എങ്ങോട്ട് പോകും, അത് യഥാർത്ഥത്തിൽ ടി വി കെക്ക് വിജയമായിരിക്കും കൊണ്ടുവരിക, അതോ അവർ ഭിന്നിപ്പിക്കുന്ന വോട്ട് കൊണ്ട് വേറെ ഏതെങ്കിലും പാർട്ടി ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡി എം കെക്ക് അന്യത കിട്ടുവരുന്ന കുറേ വോട്ട് ടി വി കെയുടെ പെട്ടിയിലേക്ക് പോകുന്നു, അങ്ങനെ അണ്ണ ഡി എം കെ ജയിക്കും, അങ്ങനൊരു സാഹചര്യമില്ലേ. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയം. ഡി എം കെ ഒറ്റ കാഴ്ചയിൽ വളരെ ശക്തമായ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്, അണ്ണ ഡി എം കെ കുറച്ച് വീക്കർ സെക്ഷനിലൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ടി വി കെ പിടിക്കുന്ന വോട്ട് എവിടെ നിന്നാണ് കൂടുതൽ പോകുന്നത്, അത് സ്റ്റാലിൻ്റെ പെട്ടിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ടി വി കെ ജയിച്ചില്ലെങ്കിൽ പോലും ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉള്ളതുകൊണ്ട് അണ്ണ ഡി എം കെ ജയിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു പോസിബിലിറ്റി. രണ്ടാമത്തത്, ഈ വോട്ട് പിടിക്കുന്നത് അത് പല ഗ്രൂപ്പുകളിൽ നിന്നാണ്. ഇപ്പോൾ അണ്ണ ഡി എം കെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം കൈയാളുന്ന ഏതെങ്കിലും ഭാഗത്തു നിന്നാണ് ഈ പറഞ്ഞ ആളുകൾ വോട്ട് പിടിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പോകും. അതാണല്ലോ അതിൻ്റെ ഒരു യുക്തി.